വയോധികയായ അമ്മയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകനായ കെ സതീശനെ കുറ്റക്കാരനാണെന്ന് തലശ്ശേരി 1-ാം അഡീഷണൽ സെക്ഷൻ കോടതി ജഡ്ജി ഫിലിപ്പ് തോമസ് കണ്ടെത്തി. ഉളിയിൽ വെമ്പാടിച്ചാൽ വീട്ടിൽ പാർവതി അമ്മയാണ് ദാരുണമായി കൊലപ്പെട്ടത്. ശിക്ഷ 28-ന് പ്രഖ്യാപിക്കും. മദ്യപാനിയായ പ്രതി സ്വത്ത് വിറ്റ് പണം ചിലവഴിച്ചതിനെ അമ്മ ചോദ്യം ചെയ്തതാണ് സംഭവത്തിന് കാരണം. പാർവതി അമ്മയുടെ ഏക മകനാണ് പ്രതി. 2018 മെയ് 13 വൈകിട്ട് 3:30 കേസിനാസ്പദമായ സംഭവം. ചാവശ്ശേരിയിലെ സ്വന്തം വീട്ടിൽ വെച്ച് പ്രതി അമ്മയെ കട്ടിലിൽ കിടത്തി ദേഹത്ത് കയറിയിരുന്ന് കഴുത്ത് ഞെരിച്ച് കൊന്നത്. വാരിയെല്ലുകൾ ഒടിയുകയും ചെയ്തു. കൃത്യം നടത്തുമ്പോൾ വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നു. ബന്ധുവും അയൽക്കാരനുമായി വിനീഷിന്റെ പരാതിയിൽ മട്ടന്നൂർ SI ആയിരുന്ന ശിവൻ ചോടത്ത് കേസ് രജിസ്റ്റർ ചെയ്തത്. ഡിവൈഎസ്പിമാരായിരുന്ന AV ജോൺ അന്വേഷണം നടത്തുകയും ജോഷി ജോസ് അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷൻ ഭാഗം 25 സാക്ഷികളെ വിസ്തരിച്ച് 34 രേഖകളും 12 തൊണ്ടിമുതലുകളും തെളിവിലേക്ക് ഹാജരാക്കി. പ്രതിയുടെ മക്കൾ NV ആര്യ, അയൽക്കാരായ വിജയൻ, രാജീവൻ, പ്രദീപൻ, ഫോറൻസിക് സർജൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ പിള്ള, പോലീസുകാരായ K അനിൽ, KV വിനോദ്, രൂപേഷ്, ഐഡിയ നോഡൽ ഓഫീസർ അഗസ്റ്റിൻ ജോസഫ്, BSNL നോഡൽ ഓഫീസർ KA ഷോബിൻ, വില്ലേജ് ഓഫീസർ മുഹമ്മദ് അഫ്സൽ, PP ജോസഫ്, ASI പ്രഭാകരൻ എന്നിവരായിരുന്നു പ്രധാന സാക്ഷികൾ. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പ്രോസിക്യൂട്ടർ ജയറാം ദാസ് ഹാജരായി.